നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ ഇടപെടില്ലെന്ന് ഹൈക്കോടതി. ബാറുകൾ പൂട്ടാനുള്ള നടപടി സ്റ്റേ ചെയ്യണമെന്ന ഉടമകളുടെ ആവശ്യം തള്ളി. അബ്കാരി നയം പ്രഖ്യാപിച്ചതിനാൽ ഇടപെടാനാവില്ലെന്ന് കോടതി. കതിരൂർ കൊലപാതക അന്വേഷണ സംഘത്തിൽ ടി.പി. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി. ഗൂഢാലോചനയും അന്വേഷിക്കുമെന്ന് എ.ഡി.ജി.പി. കേസിൽ UAPA നിയമം ചുമത്തി. സംസ്ഥാന പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് BJP. സർവകക്ഷി സമാധാന യോഗം BJP ബഹിഷ്കരിച്ചു. മലബാർ സിമന്റ്സ് മുൻ കമ്പനി സെക്രട്ടറി ശശീന്ദ്രന്റെ മരണം ആത്മഹത്യ തന്നെയെന്ന് CBI. ശശീന്ദ്രൻ മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്തതിന് തെളിവുണ്ട്. CBI തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ശശീന്ദ്രന്റെ ബന്ധുക്കൾ. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് P. സദാശിവത്തെ കേരള ഗവർണറായി നിയമിച്ചു. നിയമനം വിവിധ കോണുകളിൽ നിന്നുള്ള എതിർപ്പ് അവഗണിച്ച് സദാശിവത്തെ ഗവർണറാക്കിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നതായി കോൺഗ്രസ്. ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ബാധിക്കുമെന്ന് CPM. ടൈറ്റാനിയം കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. കേസിൽ താനും രമേശ് ചെന്നിത്തലയും പ്രതികളല്ല. ഇടപെട്ടത് ഫാക്ടറിയെയും തൊഴിലാളികളെയും രക്ഷിക്കാൻ. കോടതി വിധിയോടെ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് വ്യക്തമായെന്നും ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി കേരളത്തെ അഴിമതിക്കാർക്ക് വിറ്റെന്ന് VS. നവാസ് ഷെരീഫിന്റെ രാജി ആവശ്യപ്പെട്ട് പാകിസ്ഥാനിൽ പ്രക്ഷോഭം ആരംഭിച്ച ഇമ്രാൻഖാനും താഹിറുൽ ഖാദിരിയും കടുത്ത നിലപാടിൽ നിന്ന് പിന്മാറുന്നു. ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് സമരക്കാർ ശ്രമിക്കുന്നതെന്ന് എല്ലാ കക്ഷികളും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ വിമർശനമുന്നയിച്ചതോടെയാണ് നേതാക്കൾ ചർച്ചയ്ക്ക് തയ്യാറായത്. പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന പാക് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം അവസാനിച്ചു. നവാസ് ഷെരീഫിന്റെ രാജിയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇമ്രാൻഖാനും താഹിറുൽ ഖാദിരിയും പ്രതിപക്ഷ കക്ഷികളുടെ സംയുക്ത സമിതിയുമായി ചർച്ചയ്ക്ക് തയ്യാറായതാണ് റിപ്പോർട്ട്. ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫും താഹിറുൽ ഖാദിരിയുടെ പാകിസ്ഥാൻ അവാമി തെഹ്രീക്കും ഒരു ഭാഗത്തും മറ്റു പാർട്ടികളെല്ലാം മറുഭാഗത്തായുമാണ് പാക് പാർലമെന്റിൽ ചർച്ച നടന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനും ഭരണഘടനാ സ്ഥാപനങ്ങളായ പാർലമെന്റിനെയും സൈന്യത്തെയും ഇകഴ്ത്തി കാണിക്കാനും പ്രക്ഷോഭകർ ശ്രമിച്ചുവെന്ന് ചർച്ചയിൽ പങ്കെടുത്തവർ വിമർശിച്ചു. പ്രശ്നം ചർച്ച ചെയ്യാൻ ചേർന്ന പാകിസ്ഥാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഇന്ന് അവസാനിച്ചു. ഇതിനുശേഷമാണ് പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് ചർച്ചകൾക്ക് തയ്യാറായത്. അതിനിടെ പ്രമുഖ PTI നേതാവ് ജാവേദ് ഹാഷ്മി ഇമ്രാൻഖാന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്നും രാജിവെച്ച് നവാസ് ഷെരീഫിന്റെ പാർട്ടിയിൽ ചേർന്നു. ചർച്ചയ്ക്ക് സാഹചര്യമൊരുങ്ങിയെന്ന വാർത്ത പുറത്തുവന്നതിനെ തുടർന്ന് പാർലമെന്റിന് പുറത്ത് തടിച്ചുകൂടിയിരുന്ന പ്രക്ഷോഭകാരികൾ പിരിഞ്ഞുപോകാൻ തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. നയതന്ത്ര വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ നവാസ് നിസാർ വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം ഡൽഹി സ്റ്റുഡിയോയിലുമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാവ്, മുതിർന്ന രാഷ്ട്രീയ നേതാവ്, നാഷണൽ വർക്കേഴ്സ് പാർട്ടിയുടെ ശ്രീ BM കുട്ടി ടെലിഫോണിലൂടെയും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ TP ശ്രീനിവാസൻ, ഇമ്രാൻഖാന്റെയും ഖാദിരിയുടെയും പ്രതിഷേധ സ്വരങ്ങൾക്കെതിരെ ജനാധിപത്യത്തിന് വേണ്ടി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഒന്നിച്ചു നിൽക്കുന്നു നവാസ് ഷെരീഫിനൊപ്പം, അദ്ദേഹത്തിന് പിന്തുണയുമായി എന്നതാണ് ഈ ഘട്ടത്തിലും ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത പാകിസ്ഥാനിൽ നിന്നും. നവാസ് ഷെരീഫ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിയെ പൂർണ്ണമായും അതിജീവിച്ചു കഴിഞ്ഞു എന്നതാണോ ഇപ്പോൾ വിലയിരുത്തേണ്ട സംഗതി? അദ്ദേഹം ആ രാഷ്ട്രീയ പ്രശ്നം അതിജീവിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ സാധ്യമല്ലല്ലോ. പാകിസ്ഥാനിലെ സ്ഥിതിവിശേഷം എപ്പോഴും അതിശയകരമായി മാറാറുണ്ട്. പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം ആർമിയുടെ വശത്ത് നിന്ന്, സൈന്യത്തിൻ്റെ വശത്ത് നിന്ന് അദ്ദേഹത്തിനെ എതിർത്തില്ല എന്നുള്ളതായിരിക്കുമല്ലോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംശം. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പാർലമെൻറ്റിൽ വലിയ സ്വാധീനമില്ല എന്ന് നമുക്കറിയാമായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ പാർലമെൻറ്റിൽ പോയാൽ തീർച്ചയായിട്ടും നവാസ് ഷെരീഫിന് സർവൈവ് ചെയ്യാൻ കഴിയും എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ എത്രമാത്രം അത് ഈ പ്രക്ഷോഭത്തിലൂടെ ഒരു ഡെമോക്രാറ്റിക്കായിട്ട് തിരഞ്ഞെടുത്ത, ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയെ മാറ്റാൻ കഴിയും എന്നുള്ളതായിരുന്നു ചോദ്യം. അത് ആണ് അവർ ശ്രമിച്ചത്. പക്ഷേ പാർലമെൻറ്റിൽ പോയതോടുകൂടി നമുക്കറിയാം ഇവർക്ക് രണ്ടുപേർക്കും അത്രയധികം താല്പര്യമൊന്നുമില്ല. അതുപോലെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ പ്രക്ഷോഭണത്തിലൊന്നും ചേർന്നില്ല. ഇപ്പോൾ ഞാൻ കേട്ടത് അദ്ദേഹം നവാസ് ഷെരീഫിൻ്റെ പാർട്ടിയിലേക്ക് ചേർന്നുവെന്ന് തന്നെയാണ്. അപ്പോൾ നവാസ് ഷെരീഫിന് സൈന്യത്തിൻ്റെ പിന്താങ്ങൽ ഇപ്പോഴും ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ മറ്റേ ബിസിനസ് കണക്ഷൻസും അതുപോലെ മൗലികവാദികളുമായിട്ടുള്ള കണക്ഷൻസൊക്കെ ഇപ്പോഴും ശക്തമാണെന്നുമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തിരിച്ചു വരാം. ശ്രീ BM കുട്ടി, ചെറിയ തോതിൽ നേരത്തെ 2 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രക്ഷോഭം വലിയ സംഭവമായി മാറുന്നതിൻ്റെ, വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന നവാസ് ഷെരീഫിൻ്റെ രാജിക്കുള്ള ആവശ്യം ഇമ്രാൻഖാനും താഹിറുൽ ഖാദിരിയും കൂടുതൽ ശക്തമായി ഉന്നയിച്ചു തുടങ്ങിയ
ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇപ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് അവർ ചർച്ചയ്ക്ക് തയ്യാറാണ്, കാര്യങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് പാകിസ്ഥാനകത്ത് സംഭവിക്കുന്നത്? ഇമ്രാൻഖാനും ഖാദിരിയും ഉയർത്തിയ വിഷയങ്ങൾ തള്ളിക്കളയേണ്ടത് തന്നെയായിരുന്നോ? ഏതാണ്ട് ഇപ്പോ ഞങ്ങൾക്ക് മുമ്പായിട്ട് സംസാരിച്ച ആളെന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹം ശ്രീ ടി.പി. ശ്രീനിവാസൻ, മുൻ അംബാസഡറാണ്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് അതോടുകൂടി ഞാനും അനുഭവിക്കുന്നുണ്ട്. ഏതാണ്ട് അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം പിന്നെ പാർലമെന്റില് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മെജോറിറ്റി ഉണ്ട്. ആ മെജോറിറ്റി ഉള്ളത് കൊണ്ട് പിന്നെ എങ്ങനെയായാലും ഈ തരത്തിൽ അയാളെ പുറത്താക്കി അയാളോട് റെസിഗ്നേഷൻ വാങ്ങി അതൊന്നും പറ്റാൻ കുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഈ രണ്ട് പാർട്ടികളും ഈ ഒരു മൂന്നാഴ്ചയായിട്ട് അവരുടെ ഈ അജിറ്റേഷൻ അത് പല ഇങ്ങനെ മറന്നു കിടന്നിരുന്ന പല പ്രോബ്ലംസിനെയും മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ദാറ്റ് ഇഷ്യൂസ് ഹാവ് ബീൻ ഗിവൺ ന്യൂ ലൈഫ്. ജനങ്ങൾക്ക് ഒരു അവയർനെസ് അത് കൊടുത്തിട്ടുണ്ട്, അതിന് യാതൊരു സംശയമില്ല. പിന്നെ അവിടെ അവരുടെ ഈ ഡെമോൺസ്ട്രേഷനിലൊക്കെ ആളുകൾ കുറവാണ്. പക്ഷേ നാട് മുഴുവനും അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. അപ്പോ ഒരു രണ്ട് സൈഡായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ പാർലമെന്റ് വഴിയായിട്ട് അയാള് പിന്നെ പുറത്താവുന്നത് അത് നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഇന്നലെയും ഇന്നും അവിടെ നടക്കുന്ന പ്രസംഗങ്ങളില് പിന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തവരും അയാളുടെ സ്റ്റൈൽ ഓഫ് ഗവേണൻസ്, അവരുടെ കെയർലെസ്നെസ്, സോർട്ട് ഓഫ് നെഗ്ലെക്ട് ഓഫ് ദി പാർലമെന്റ്. പ്രൈം മിനിസ്റ്റർ 1.5 കൊല്ലത്തിൽ 4 പ്രാവശ്യവും 5 പ്രാവശ്യം മറ്റേ നാഷണൽ അസംബ്ലിയിൽ വന്നിട്ടുള്ളൂ. സെനറ്റിൽ 2-3 പ്രാവശ്യം പോയിട്ടുള്ളൂ. അതായത് ഇന്ന് പാർലമെന്റിനോട് സപ്പോർട്ട് വാങ്ങിയിട്ട് അവരുടെ പൊസിഷൻ സേവ് ചെയ്യാൻ നോക്കുന്ന ആള് ആ പാർലമെന്റിനെ ടോട്ടൽ വിജയക്കാരന്മാരിലാണ് 1.5 പെരുമാറിയിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പൊ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇദ്ദേഹം പറഞ്ഞ മാതിരി താൽക്കാലികമായിട്ട് ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഇയാള് ശ്രീനിവാസൻ സാറ്. അത് ശരിയാണ്. കാരണം ഇത് ഈ എഡ്യൂക്കേഷൻ ഒരു പക്ഷേ നാളെ തീർന്നെന്ന് വരും, മറ്റന്നാൾ തീർന്നെന്ന് വരും. പക്ഷെ ഈ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു അവയർനെസ് വന്നിട്ടുണ്ട് ജനങ്ങളിൽ. ആ അവയർനെസ് ഇനി അടിച്ചു മാറ്റിയേ പറ്റില്ല. അത് വലിയ എക്സ്പാൻഡ് ആവും. ജനങ്ങൾക്ക് അറിയും. പാർലമെന്റ് വെറുതെ എലക്ട് ചെയ്തിട്ട് ആളവിടെ പോയി ഇരുന്നിട്ട് അവരൊന്നും ചെയ്യാതെ അവിടെ ഇരുന്നുണ്ടെങ്കിൽ അതൊന്നും ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല. ഡെഫിനറ്റ്ലി ന്യൂ അവയർനെസ് among people. അതാണ് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു പക്ഷെ നാളെ ഫെയിലാവും, ഒരു പോകേണ്ടി വരും. വട്ടവർ ചെയ്യും. നവാസ് ഷെരീഫിന് ഒരു അൺറിസർവ്ഡ് സപ്പോർട്ട് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തവരെല്ലാവരും തുറന്ന് പറഞ്ഞിരിക്കുന്ന ഈ എഡ്യൂക്കേഷൻ ചെയ്യുന്നവര് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഡിമാൻഡ് എല്ലാം അതൊക്കെ ജെന്യുവൈനാണ്, അത് ശരിയാണ്. ആ പ്രോബ്ലം ജനങ്ങളുടെ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ഇഫക്റ്റ് ഡെഫിനറ്റ് ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവ് ഇഫക്റ്റ്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ BM കുട്ടി താങ്കളിലേക്ക്. താങ്കൾക്ക് തിരക്കുണ്ട് എന്ന് എനിക്കറിയാം. അല്പസമയം കൂടെ എനിക്ക് വേണ്ടി താങ്കൾ കാത്തു നിൽക്കും ടെലിഫോണിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നവാസ് നിസാർ, പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് നവാസ് ഷെരീഫിന് ആശ്വാസം നൽകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ വരുന്ന നിമിഷങ്ങളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നോക്കുമ്പോൾ ഇമ്രാൻഖാൻ ഉയർത്തിയ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു എന്ന് പറയുന്നു ശ്രീ BM കുട്ടി അടക്കമുള്ള ആളുകൾ. അങ്ങനെ വിലയിരുത്തിയാലും ഇതിന് പിന്നിൽ സൈന്യത്തിൻ്റെ ഒരു കളിയുണ്ട്. ജനാധിപത്യ സർക്കാരിനെ ശിഥിലമാക്കാനുള്ള, ഇളക്കാനുള്ള, ബുദ്ധിമുട്ടിക്കാനുള്ള സൈന്യത്തിൻ്റെ ചില കളികളുണ്ട് എന്ന് വിമർശിക്കുന്നവരുമുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണ്? പൊതുവെ പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങളോട് അല്പം സംശയാലുവായി കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പറഞ്ഞ വാദത്തോട് ഇന്ന് എനിക്ക് യോജിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. കാരണം കേൾക്കാം, ഇവിടെ പാകിസ്ഥാനിൽ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് അവിടെ മൊത്തം രാഷ്ട്രീയ സംവിധാനം വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു എന്താണ് പറയുക, ഒരു വിലപേശലിന് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിന് തയ്യാറായ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തോട് ഒരു രാഷ്ട്രീയ സംവിധാനം മൊത്തം ആ ഒരു തെറ്റായ ജനാധിപത്യ വിരുദ്ധ പ്രവണതയെ ചെറുത്തു നിൽക്കുന്നൊരു ഒരു സംഭവമാണ് ഇന്ന് കണ്ടത്.
അത് വളരെ പ്രത്യേകിച്ച് അത് പാകിസ്ഥാനിലാണ് നടക്കുന്നത്. അത് അരവിന്ദ് കെജ്രിവാളിനും അണ്ണാ ഹസാരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച നമ്മൾ ഇന്ത്യക്കാർ ശരിക്കും ഇതിനുള്ള ഇതിനകത്തുള്ള ഏത് വ്യക്തി താല്പര്യത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലെങ്കിൽ തൽപര സ്വഭാവമുള്ള എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ വ്യക്തിപ്രഭാവം കൊണ്ട് ഒരു രാജ്യത്തെ രാഷ്ട്രീയ ഗതി നിയന്ത്രിക്കാനുള്ള ഒരു വ്യഗ്രത നിറഞ്ഞ ശ്രമത്തെ ചെറുത്തു നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇവിടെ പ്രശ്നം ഇവിടുത്തെ നവാസ് ഷെരീഫ് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ സൈന്യം നവാസ് ഷെരീഫിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചോ? സൈന്യത്തിൻ്റെ നിലപാട് ഇവിടെ വളരെ സൈന്യത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഖാദിരിയും ഇമ്രാനും പിന്മാറില്ലായിരുന്നു. സൈന്യത്തിൻ്റെ പിന്തുണ അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൈന്യം ഇപ്പം പാകിസ്ഥാനിലെ സ്റ്റേറ്റിനേക്കാൾ വലിയ സ്റ്റേറ്റാണ് സൈന്യം. എ സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്നാണ് പാകിസ്ഥാനിലെ സൈന്യത്തെക്കുറിച്ച് പറയുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അവിടുത്തെ സൈന്യം. അവിടുത്തെ സൈന്യം ആഗ്രഹിക്കാതെയും വിചാരിക്കാതെയും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല. അപ്പോൾ ഈ സമരത്തിന് 2-3 പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ക്രിസ്റ്റഫർ ജഫർലോട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ പോലെ ഈ സമരം നയിക്കുന്ന 2 പേരും അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ സ്വഭാവമുള്ളതല്ല. 1980-കളിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം, ഇമ്രാൻഖാനെ കുറിച്ച് പറയുമ്പോൾ ക്രിക്കറ്റ് പറയാതിരിക്കാൻ വയ്യല്ലോ. പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും ഇമ്രാൻഖാൻ ഒരു നല്ല ടീംമാൻ പോലും ആയിരുന്നില്ല, അദ്ദേഹം നല്ലൊരു ലീഡറായിരുന്നു. അപ്പോൾ ഇതൊരു ഏതാണ്ട് ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ലാഘവത്തോടു കൂടിയാണോ ഇമ്രാൻഖാൻ രാഷ്ട്രീയവും ഡീൽ ചെയ്യുന്നതെന്ന് സംശയമുണ്ട്. പിന്നെ ഖാദിരി എന്ന് പറയുന്ന വ്യക്തി, ത്വാഹിറുൽ ഖാദിരി എന്ന് പറഞ്ഞ വ്യക്തി ഒരേ സമയം ഒരു സ്പിരിച്വൽ ആത്മീയതയുടെ ഒരു മറവിൽ പാകിസ്ഥാനിലേക്ക് ഒരു രാഷ്ട്രീയ മുന്നേറ്റം എന്ന് ഞാൻ പറയുന്നില്ല, കടന്നുകയറ്റം നടത്താനുള്ള ശ്രമമാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ 2 ബലഹീനതകൾ മുതലെടുത്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ മുന്നണിയിലേക്ക് വരാനുള്ള ശ്രമമാണ് ഇമ്രാനും ഖാദിരിയും ഇവിടെ നടത്തുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധ പ്രവണതയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് വെച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സംവിധാനം, പാർലമെൻറ്റും പിന്നെ രാഷ്ട്രീയ കക്ഷികളും അതിനെ ചെറുത്തു തോൽപ്പിച്ചു. അതിന് വേറൊരു കാരണം കൂടെയുള്ളത്, ഈ ഇമ്രാൻഖാനെയും ത്വാഹിറുൽ ഖാദിരിയെയും വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റില്ല. അവർ വളരെ തന്നിഷ്ടക്കാരാണ് എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇവരുടെ ഒരു മാവറിക് സ്വഭാവം, അതായത് ഒരു തികച്ചും വ്യക്തിയാധിഷ്ഠിതമായൊരു സ്വഭാവം കൂടെ ഈ സമരത്തെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ജനാബ് കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ ഈ സമരത്തിൻ്റെ ജെന്യൂനിറ്റിയെ പോലും ഇവരുടെ ഈ ജനാധിപത്യ വിരുദ്ധ സ്വഭാവം ബാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചു വരാം. ശ്രീ BM കുട്ടി, എത്ര ദൗർബല്യങ്ങളുണ്ടെങ്കിലും ഒരു ജനാധിപത്യ സർക്കാർ, അതും ഒരു ഭരണത്തിന് ശേഷം ജനാധിപത്യത്തിലൂടെ തന്നെ കൈമാറി കിട്ടിയ, പാകിസ്ഥാനിൽ അതൊക്കെ അപൂർവതകളാണല്ലോ, അങ്ങനെ ഉള്ള ഒരു സർക്കാരിനെതിരെ ഈ പറയുന്ന താരതമ്യേന ചെറുതായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകൾ, അതിൽ തന്നെ ചില വ്യക്തികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ സമരം നടത്തിയാൽ അതിനുശേഷം ഈ സർക്കാർ താഴെ പോവുകയായിരുന്നെങ്കിൽ, ജനാധിപത്യ ഭരണവ്യവസ്ഥ ഇല്ലാതായി പോവുകയാണെങ്കിൽ പാകിസ്ഥാന് വീണ്ടും അത് ബുദ്ധിമുട്ടല്ലേ ഉണ്ടാക്കുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ജനാധിപത്യത്തെ, ആ രാജ്യത്തെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ നവാസ് ഷെരീഫിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാ പാർട്ടികളും നിന്നത് എന്നത് തന്നെയല്ലേ, അങ്ങനെയല്ലേ കാണേണ്ടത്? അദ്ദേഹം ടെലിഫോൺ ലൈനിൽ. ശ്രീ TP ശ്രീനിവാസൻ, എൻ്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി നൽകുമോ? ഇത് ആ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നവാസ് ഷെരീഫിന് എല്ലാ പാർട്ടികളിൽ നിന്നും പാർലമെന്റിൽ നിന്നും സൈന്യത്തിൽ നിന്നും പിന്തുണ കിട്ടിയത് എന്ന് തന്നെ കാണേണ്ടേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ലല്ലോ കാരണം. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മാറ്റം വരണമെന്ന് പാകിസ്ഥാനിലെ സൈന്യത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അതിൽ പല കാര്യങ്ങളുമുണ്ട്. 2014 പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം. കാരണം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കക്കാർ പിൻവാങ്ങുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ അമേരിക്കക്കാരുമായിട്ടും മറ്റുള്ളവരുമായിട്ടും നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു ആർമി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായി വരുന്ന ഒരു നേതാവോ ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ വർഷം അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് അവർക്ക് പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നല്ലോ. ഈ സമരമൊന്നും ഉണ്ടാകാതെ, പ്രക്ഷോഭമൊന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കാനുള്ള ശക്തി സൈന്യത്തിനുണ്ട്.